എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 പുതുവർഷം തുലാക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. ചിത്തിരയുടെ രണ്ടാമത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് ഈ കൂറിലുള്ളത്. ഇവരുടെ 2025 വർഷത്തിൻ്റെ ഫലം പറയുന്നതിന് മുൻപ് ഇവരുടെ ഇപ്പോഴത്തെ സമയം, ഈ സമീപകാല സമയം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് വിലയിരുത്താം. അത് നമുക്ക് പുതുവർഷത്തെപ്പറ്റി കൂടുതൽ വ്യക്തമായൊരു ചിത്രം നൽകും. ഈ രാശിക്കാർ 2023 ജനുവരിയോടുകൂടി കണ്ടകശനി കഴിഞ്ഞുവെങ്കിലും ഈ തുലാം രാശിക്കാർക്ക് 2023 കണ്ടകശനി കഴിഞ്ഞു. അതിനൊപ്പം തന്നെ 2023 വ്യാഴം 7 എന്ന രാശിയിലേക്ക് മാറിയതോടുകൂടി കണ്ടകശനി ദോഷവുമില്ല. വ്യാഴത്തിൻ്റെ 7ാം രാശിയിലെ സംക്രമണം വളരെ നല്ലതായിരുന്നു. ഒരുപാട് യാത്രകൾ, വിനോദയാത്രകൾ, എല്ലാ കാര്യങ്ങളും നടക്കുക, അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിലുള്ള ഫലങ്ങൾ. പ്രശ്നത്തിൽ നിവർത്തി സ്ഥാനമെന്നാണ് 7ാം രാശിക്ക് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നടക്കുന്നു. 7-ലൊരു ശുഭൻ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാണ്ട് പ്രതിബന്ധങ്ങളില്ലാതെ നടക്കുക എന്നുള്ള ഫലമാണ്. അപ്പോൾ 7ാം രാശിയിൽ വ്യാഴം നിൽക്കുന്ന കാലം 2023 ഏപ്രിൽ മുതൽ 24 ഏപ്രിൽ വരെയുള്ള ഒരു വർഷക്കാലം ഈ രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ, പ്രത്യേകിച്ച് യാത്രകൾ, വിദേശ യാത്രകൾ ഉൾപ്പെടെയുള്ള യാത്രകൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാവേണ്ടതാണ് ഇവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും 2024 ഏപ്രിൽ മാസം, മെയ് മാസം 1-ാം തീയതിയാണ് വ്യാഴത്തിൻ്റെ മാറ്റമെങ്കിലും പലർക്കൊക്കെ ഏപ്രിൽ മാസം ആദ്യം മുതൽ മധ്യഭാഗം തുടങ്ങിയിട്ട് അതിൻ്റെ ഫലങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. 2024 ഏപ്രിലോടുകൂടി മാസത്തോടുകൂടി ഈ രാശിക്കാർ ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുകയാണ്. അത് ജ്യോതിഷപരമായി പറയുമ്പോൾ അഷ്ടമ വ്യാഴമെന്ന് പറയും. വ്യാഴം തുലാം രാശിയുടെ അഷ്ടമരാശിയായ ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്ന ആ ഒരു വർഷമാണ് ഈ രാശിക്കാർക്ക് അഷ്ടമ വ്യാഴം അറിയപ്പെടുന്നത്. അതൊരു ദുരിതകാലമാണ് ശരിക്കും. അഷ്ടമ വ്യാഴത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഗോചര ഫലങ്ങൾ വരുന്നത് 6, 8, 12, 3 എന്നിവയാണ്. അതിൽ തന്നെ ഏറ്റവും കഠിനമായ ദുഃഖവും ദുരിതവും വരുന്നത് അഷ്ടമ വ്യാഴ സമയത്ത്. അഷ്ടമം എന്ന വാക്ക്, 8 എന്ന വാക്ക് നമ്മൾ തമാശയ്ക്ക് 8ൻ്റെ പണി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ അഷ്ടമിക്ക് തൊട്ടതില്ല, നമുക്ക് നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ചൊല്ലുകളല്ലേ. അങ്ങനെ അഷ്ടമം എന്നത് 8 വല്ലാത്തൊരു ബുദ്ധിമുട്ടേറിയ ഘട്ടം, ഒരു നിഗൂഢ സ്ഥാനമാണ് ജ്യോതിഷത്തിലെ അഷ്ടമം. മരണസ്ഥാനം അത് തന്നെയാണ്, ഒരു നിഗൂഢതയാണ് ആ സ്ഥാനം. അപ്പോൾ ആ ഒരു ഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കുമ്പോൾ ഒരു ദുരിതകാലത്തിൻ്റെ ആരംഭമാണ് ഈ രാശിക്കാർക്ക്, ഈ തുലാം രാശിക്കാർക്ക്. ഇവർ ഈ പറഞ്ഞ 2.25 നക്ഷത്രങ്ങൾ ഇവർ പ്രതീക്ഷിച്ചിരിക്കാത്ത രീതിയിലുള്ള കുഴപ്പങ്ങളിൽ ചെന്ന് പെടുന്ന ഒരവസ്ഥ. അതിന് മുൻപ് തന്നെ വളരെ ലാഘവത്തോടെ കണ്ടിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ ലോണുകളോ ബാധ്യതകളോ ഒക്കെ, തൊഴിലിലെ ചില ഇവരുടെ നിലപാടുകളൊക്കെ അന്ന് അതിൻ്റെ പിറകിലേക്ക് ഒരു വർഷം ഞാൻ പറഞ്ഞ പോലെ വ്യാഴം 7ാം രാശിയിൽ സംക്രമിക്കുന്ന ഒരു വളരെ നല്ല സമയം. ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന വളരെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു സമയമായിരുന്നു ഇവർക്കൊരു. അതിൻ്റെ ഈ വർഷം ഏപ്രിലിന് പിറകിലേക്കൊരു വർഷം. അപ്പോൾ ആ സമയത്ത് അല്പം അഹന്തയൊക്കെ കാണിച്ച് കാണാം ഈ രാശിക്കാരൊക്കെ. അപ്പോൾ നല്ല സമയമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്നും അങ്ങനെ വകവെച്ച് കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് എന്തെങ്കിലും പെരുമാറ്റങ്ങൾ തൊഴിലൊക്കെ ഉണ്ടായതൊക്കെ എല്ലാം തിരിച്ചടിക്കുന്ന ഒരു സമയത്തിലേക്ക് അവർ കിടക്കും. അപ്പോൾ കാലം മോശമാകുമ്പോൾ എല്ലാം തിരിഞ്ഞു വരും. ശനിയുടെ സ്ഥിതി അനുകൂലമാണ്. 5ാം രാശിയിൽ കണ്ടകശനിയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ദോഷം ബാധിക്കും. ശനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ രാശിക്കാർ അതിജീവിക്കുമോ ഒന്നുപോലും സംശയമുള്ളൊരു സമയമായിരുന്നു ഈ രാശിക്കാർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാശിക്കാർ, തുലാം രാശിക്കാർ 2024 ഏപ്രിലോട് ക്രമാനുഗതമായിട്ടൊരു വലിയ പ്രശ്നത്തിലേക്ക് അടുക്കുകയാണ്. ആ വലിയ പ്രശ്നത്തിലേക്ക് അടുത്തടുത്തവർ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ലോണിൻ്റെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, അവനവൻ്റെ എന്ത് ചെയ്യുമെന്നൊരു പരിഭ്രാന്തി. ഈ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഒരു സാമ്പത്തിക പ്രശ്നമോ ഒരു തൊഴിൽ പ്രശ്നമോ അല്ല. ഇവരൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടുകയും ആ കുഴപ്പം എങ്ങനെ അതിൽ നിന്ന് പുറത്തു കിടക്കാമെന്നുള്ള പരിഭ്രാന്തിയിൽ അകപ്പെടുന്നതും ചെയ്യുന്നൊരവസ്ഥയാണ് ഈ അഷ്ടമ വ്യാഴം ഉണ്ടാക്കുന്നത്. അതിൻ്റെ സാമ്പത്തിക ബാധ്യത ഇത്രയേ ഉള്ളൂ. അത് എന്ത് ചെയ്യാമെന്നൊരു സൊല്യൂഷൻ നമുക്ക് ആലോചിച്ചാൽ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സോൾവ് ചെയ്യാൻ കഴിയാത്തൊരു കുഴപ്പത്തിലേക്ക് ഇവർ പെട്ടെന്ന് പോയി വീഴുകയാണ്. അത് ഇവരുടെ തന്നെ കുഴപ്പം കൊണ്ടാണെന്ന് ഇവർ തിരിച്ചറിയുകയും കൂടെ ചെയ്യുമ്പോൾ ഇവർക്കുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ഇവരുടെ ശാരീരികമായും മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം ക്ഷയിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഈ രാശിക്കാർ കഴിഞ്ഞ വർഷം ഏപ്രിലോട് കടന്നു. അങ്ങനെ വളരെ മോശമായൊരു അവസ്ഥയിലേക്ക് ഏപ്രിൽ, മെയ് അങ്ങനെ മാസങ്ങൾ പുരോഗമിക്കും തോറും ഇവരുടെ ചിതയെപ്പോലെയാണെന്ന് കേട്ടിട്ടില്ലേ. ചിന്ത എന്ന് പറയുന്നത് ചിതയിൽ വെച്ച ആൾ കത്തിപ്പോവില്ല. ചിത എന്ന് പറഞ്ഞ പോലെ ചിന്തയും അതുപോലെ തന്നെയാണ്. അനാവശ്യമായ ചിന്തകളും മനുഷ്യനെ ചിതയ്ക്ക് തുല്യം മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ രാശിക്കാർ പോയി വളരെ രൂക്ഷമായ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ വളരെ അതിരൂക്ഷമായ അവസ്ഥകളിലേക്ക് പോകും. ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ പാരമ്യത്തിലായിരിക്കും രാശിക്കാർ. അങ്ങനെ എന്താ ചെയ്യേണ്ടെന്നൊരു പരിഭ്രാന്തി, മാസങ്ങളോളം നീളി ഉറക്കം നഷ്ടപ്പെടുക, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക, ശാരീരിക മാനസികമായ ഒരു ഭ്രാന്ത് പിടിച്ച പോലത്തെ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരവസ്ഥ. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കടുങ്കൈ ചെയ്യണമോ, എന്തിനാണ് ഇനി ജീവിക്കുന്നതെന്ന് പോലും ഈ രാശിക്കാർ ചിന്തിച്ചാൽ അതിശയിക്കാനില്ല. അതാണ് അവരുടെ അവസ്ഥ. അത്രയും ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെ പോയി. പക്ഷേ ഭാഗ്യവശാൽ ദൈവം കാത്തു എന്ന് പറഞ്ഞതുപോലെ ശനി എന്ന ഗ്രഹം ഈ വർഷം 24 ജൂലൈ മാസത്തോടുകൂടി വക്രഗതിയെ പ്രാപിക്കുമ്പോൾ ഇവർക്കൊരു ചെറിയൊരു ആശ്വാസത്തിലേക്ക് എത്തും. ചെറിയൊരു 20% ആശ്വാസം അവർക്ക് കിട്ടും. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുമായിരുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു മാറ്റം ഈശ്വരൻ നൽകുന്നത്. അപ്പോൾ ശനിയുടെ ഒരു മാറ്റം അതോടുകൂടി ഒരു അയവ് വരും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ ക്രമാനുഗതമായിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യത്തോടുകൂടി വ്യാഴം വക്രഗതിയിൽ പോയി അഷ്ടമശനി ദോഷത്തെ വെടിഞ്ഞ് 7ാം രാശിയുടെ ഗുണഫലങ്ങൾ നൽകുന്ന ഒരവസ്ഥയിലേക്ക് ഒക്ടോബറോടുകൂടി. അപ്പോൾ ഒക്ടോബർ മാസത്തോടുകൂടി ഈ രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ആശ്വാസമുണ്ട്. അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രഗതി. അതിചാരം ചെയ്തു വക്രം ചെയ്തു പൂർവ്വരാശി ഗതം ഫലം. അതിചാരം വക്രം മുതലായ അവസ്ഥകളിൽ ആ ഗ്രഹത്തിൻ്റെ പൂർവ്വരാശിയുടെ ഫലങ്ങളെ പറയണം. പൂർവ്വരാശി മുമ്പത്തെ രാശിയുടെ ഫലങ്ങളെ പറയണം. അപ്പോൾ അഷ്ടമം എന്ന 8 എന്ന ഭാവത്തിൽ നിന്ന വ്യാഴം അത് വക്രം ചെയ്യുമ്പോൾ 7 എന്ന രാശിയുടെ ഫലത്തെ പറയണം. അപ്പോൾ 7 എന്ന രാശി നല്ല രാശിയാണ്. അപ്പോൾ ആ രാശിയുടെ ഫലത്തെ പറയുമ്പോൾ ഒരു ശുഭത്വം വേറെ വന്നു. അപ്പോൾ അങ്ങനെ ഒക്ടോബർ മാസത്തോടെ ഈ രാശിക്കാർ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ ചുരുക്കി പറയാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ തുടരുന്നു. ഇപ്പോഴും ആ വക്രം ഒക്ടോബറിന് തുടങ്ങിയ വ്യാഴത്തിൻ്റെ വക്രം അടുത്ത വർഷം ഫെബ്രുവരി വരെ നിൽക്കുന്നു. അതുപോലെ തന്നെ ശനി വക്രത്തെ വെടിഞ്ഞ് നവംബർ 15 നേർഗതിയിൽ വന്നു. അപ്പോൾ ശനി നല്ല ഭാവത്തിലുണ്ട്, വ്യാഴത്തിൻ്റെ വക്രഗതിയും അനുകൂലം. അപ്പോൾ ഒരു അനുകൂല സമയത്തിലൂടെയാണ് ഇപ്പോൾ ഈ തുലാം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന. മാനസികമായ ഉല്ലാസവും അതുപോലെ തന്നെ ഇത്തിരി ആനുകൂല്യം, ഒരു ആശ്വാസവും ഒക്കെ ചെറിയ രീതിയിൽ കാര്യങ്ങൾക്ക് വലിയ പുരോഗമനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം മുമ്പോട്ട് പോകാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് മുൻപ് അവർ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അവർക്ക് താൽക്കാലികമായിട്ടൊക്കെ എങ്കിലും ഒരു ഒക്ടോബർ വ്യാഴത്തിൻ്റെ വക്രത്തോടെ ഒരു സൊല്യൂഷൻ, ഒരു തൽക്കാലം ഒരു നിവർത്തി അതിനൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ രാശിക്കാരുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പുതുവർഷ ഫലങ്ങൾ ചിന്തിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സമീപഭാവിയെ പറ്റിയും വരുന്ന കാലത്തെ പറ്റിയിട്ടൊക്കെ ഒരു ഏകദേശ ധാരണ, അപ്പോൾ നമുക്ക് പുതിയ വർഷത്തെ പറ്റിയിട്ട് കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് പുതുവർഷത്തെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങൾ നോക്കാം. പുതിയ വർഷം പിറക്കുമ്പോൾ ശനിയുടെ 5ാം രാശിയിലെ 5ാം രാശി പ്രണയസ്ഥാനം, അതുപോലെ മനസ്ഥാനം അപ്പോൾ കണ്ടകശനി ദോഷത്തെ കഴിഞ്ഞ് 2023 ശനി 5ാം രാശിയിലേക്ക് വരുമ്പോൾ കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി അങ്ങനെയുള്ള ദോഷങ്ങളൊന്നുമില്ലെങ്കിൽ പോലും 5 മനസ്ഥാനവും ഒക്കെ ആയതുകൊണ്ടിട്ട് നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ചെറിയൊരു മനസ്സിൻ്റെ ഒരു വിഷമം ഉള്ള എന്തെങ്കിലും കാരണം ഈ 2 വർഷമായിട്ട് ഉണ്ടാവും. എന്തെങ്കിലും ഒരു ചെറിയ വിഷമം മതി. അപ്പോൾ അങ്ങനെയുള്ള പൊസിഷനിലെ ശനി നിൽക്കുന്നത്. എങ്കിലും അതുകൊണ്ട് ദോഷങ്ങളെ പറയേണ്ടതില്ല, ചെറിയൊരു മനോവിഷമം മാത്രം പറഞ്ഞാൽ മതി. അതും വളരെ ചെറുത് തന്നെ. അപ്പോൾ അങ്ങനെ ശനിയുടെ സ്ഥിതി ഇങ്ങനെയാണ്. 5ാം രാശിയിൽ നിൽക്കുന്നു. വ്യാഴം ഇവരുടെ വക്രഗതിയിലായതുകൊണ്ടിട്ട് ജനുവരി മാസത്തിൽ കുഴപ്പമില്ല. ജനുവരി മാസം പൂർണ്ണമായിട്ട് വക്രഗതിയിലാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യം 7ാം രാശിയുടെ ഫലങ്ങളെ പറയണം. അപ്പോൾ 5ാം രാശിയിൽ ശനിയും 7ാം രാശിയിൽ വ്യാഴവും, പിന്നെ 8ൽ നിന്ന് 7ൻ്റെ ഫലത്തിൽ ചെയ്യുന്ന വ്യാഴവും, അതുപോലെ 6ാം രാശിയിൽ രാഹുവും, 12ൽ കേതുവും. 12ൽ കേതു നമുക്ക് ആത്മീയ നോളജൊക്കെ തരുന്നൊരിതാണ്. 6ലെ രാഹു ശത്രുക്കളെ നശിപ്പിക്കും, നമുക്ക് വിജയം നൽകുന്നൊരു ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ജനുവരി മാസം കുഴപ്പമില്ല. ഫെബ്രുവരി മാസത്തോടെ വീണ്ടും വ്യാഴം വക്രത്തെ വെടിഞ്ഞ് അഷ്ടമഭാവത്തിലേക്ക് പോകുമ്പോൾ ഫെബ്രുവരി മുതൽ അല്പം അരിഷ്ടതകൾക്ക് സാധ്യത. ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിൽ അല്പം അരിഷ്ടതകൾക്ക് സാധ്യത. അത് ഈ രാശിക്കാർക്ക്. കാരണം വ്യാഴം വക്രത്തെ വെടിഞ്ഞ് അഷ്ടമഭാവത്തിൽ വീണ്ടും വ്യാഴമെന്ന് ദുരിതത്തെ ചെയ്യുന്നു. അപ്പോൾ ഫെബ്രുവരി, മാർച്ചും അല്പം ശ്രദ്ധയോടെ ഇരിക്കുക. മാർച്ച് മാസത്തിൻ്റെ അവസാനം ഒരു നല്ല വാർത്ത, ശനി 6 എന്ന ഭാവത്തിലേക്ക് പോകുന്നു. മനസ്ഥാനത്ത് നിൽക്കുന്ന ശനി, 5 എന്ന മനസ്ഥാനത്ത് നിൽക്കുന്ന ശനി 6 എന്ന ശത്രു സ്ഥാനത്തേക്ക് പോകുന്നു. 6 എന്ന ഭാവം, 6, 8, 12 എന്നീ ഭാവങ്ങൾ പാപന്മാർക്ക് നല്ലതാണ്. അതുപോലെ 6 എന്ന ഭാവം എല്ലാ പാപന്മാർക്കും നല്ലത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു പാപനായിട്ടുള്ള ശനി അങ്ങോട്ട് പോകുമ്പോൾ ഈ രാശിക്കാർക്ക് ഒരു രാജയോഗത്തിൻ്റെ ആരംഭമാണ്. തുലാം രാശിക്കാർക്ക് 3, 6, 11 എന്നീ ഉപജയഭാവങ്ങളാണ് ശനിക്ക് രാജയോഗം നൽകുന്നത്. അതിലൊരു ഭാവമാണ് 6. അങ്ങോട്ടേക്കാണ് മാർച്ച് അവസാനം ശനി സംക്രമിക്കുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ അഷ്ടമവ്യാഴം ദോഷമുണ്ടെങ്കിൽ പോലും ആ ദോഷത്തെ 6ാം രാശിയിൽ നിൽക്കുന്ന ശനി ഒരു പരിധിവരെ
പ്രതിരോധിക്കും. അപ്പോൾ മാർച്ച് മാസം അവസാനം മുതൽക്ക് വീണ്ടും ഒരു ആശ്വാസം, നമ്മളെ സംരക്ഷിക്കാൻ ശനിയുണ്ട് എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അതിന് തുടർച്ചയായിട്ട് ഏപ്രിൽ മാസവും അതേ അവസ്ഥ തന്നെ തുടരും. അഷ്ടമവ്യാഴത്തിൻ്റെ ഒരു ദോഷങ്ങളെ ശനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു സമ്മിശ്ര ഫലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കും. മെയ് മാസം ആരംഭിച്ചു, മെയ് മാസം പകുതിയായി കഴിഞ്ഞാൽ ഒരു നല്ല വാർത്ത, വ്യാഴം അഷ്ടമവ്യാഴത്തെ ദോഷത്തെ പൂർണ്ണമായി തീർത്ത് ഭാഗ്യസ്ഥാനത്തേക്ക് സംക്രമിക്കുന്നു മെയ് മാസം. അതോടുകൂടി ഈ രാശിക്കാരുടെ ഒരു സമയം, വളരെ നല്ലൊരു സമയം ആരംഭിക്കുകയാണ്. 6-ൽ ശനി, രാജയോഗപ്രധാനമായ ഗ്രഹസ്ഥിതി, ഭാഗ്യസ്ഥാനത്ത് വ്യാഴം, വളരെ നല്ലൊരു ഗ്രഹസ്ഥിതിയാണ്. അപ്പം വ്യാഴം മാറുന്ന ആ മെയ് മാസത്തിൽ തന്നെ രാഹുകേതുക്കളും രാശി മാറുന്നു. 6-ാം രാശിയിൽ നിന്ന് രാഹു 5-ാം രാശിയിലേക്ക് വരും, മനസ്ഥാനമായ 5-ലേക്ക് വരുന്നു. 12-ാം രാശിയിൽ നിന്ന കേതു 11-ാം രാശിയിലേക്ക് വരുന്നു. അപ്പോൾ ലാഭസ്ഥാനത്ത് കേതു, ആ ഒരു ഭാവം നല്ലതാണ്. അപ്പോൾ കേതു ഒരു അനുകൂല ഗ്രഹസ്ഥിതിയിലേക്കാണ് കേതു പോകുന്നത്. അപ്പോൾ വർഷത്തിൻ്റെ 2ാം പകുതിയിൽ ഈ രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ അല്പം ശ്രദ്ധയോടെ ഇരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കേതുവും ശനിയും വ്യാഴവും ഇവർക്ക് നല്ല ഭാവത്തിലായതുകൊണ്ടിട്ട് ഇവർക്കൊരു മെയ് മാസം പകുതി മുതൽക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നു. കാര്യമായ ഒരു പ്രശ്നങ്ങളും ഇല്ലെന്ന് ഇവർക്ക് മനസ്സിലാവും. ഇവരുടെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിലുള്ള പുരോഗമനം ബന്ധങ്ങളിലും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തുമൊക്കെ ഉണ്ടാവും. ഇവരുടെ കരിയറിൽ, ഇവരുടെ ഏതുതരം തൊഴിലാണോ ബിസിനസ്സാണോ ചെയ്യുന്നത് അതിലൊരു വളരെ നല്ല മാറ്റം ഈ രാശിക്കാർക്കുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു സമയം ഒരു പുതിയ വീട് വാങ്ങിക്കുന്നതിനോ വാങ്ങി താമസം മാറുന്നതിനൊക്കെ അനുയോജ്യമായൊരു സമയം. ശനിയുടെ 6-ാം രാശിയിലെ ആ രാജയോഗസ്ഥിതിയും വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാനസ്ഥിതിയും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സാമൂഹികമായിട്ടുള്ള സ്റ്റാറ്റസ് ഉയരുക, തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവുക, ശാരീരികമായുള്ള ആരോഗ്യം വർദ്ധിക്കുക, ശാരീരികവും മാനസികമായിട്ടുള്ള 5-ാം ഭാവത്ത് നിന്ന് ശനി ആ മനഃസ്ഥാനത്ത് പോകുമ്പോൾ മനസ്സിലുള്ള ചെറിയ വിഷമങ്ങളൊക്കെ, ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഒരു സമ്പൂർണ്ണ ശാരീരികവും മാനസികവുമുള്ള ആരോഗ്യത്തിലേക്ക് ഈ രാശിക്കാർ പോകും. എല്ലാ രീതിയിലുള്ള നല്ല ഫലങ്ങളുമാണ് ഇവരെ കാത്തിരിക്കുന്നത് വർഷത്തിൻ്റെ 2ാം പകുതി, മെയ് മാസം പകുതി കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ ഫെബ്രുവരി മാർച്ച് ഏപ്രിലിൻ്റെ കുറച്ച് ദിവസങ്ങളൊന്നും ശ്രദ്ധിച്ചിരിക്കുക. അതിന് പരിഹാരമായിട്ട് വ്യാഴത്തിൻ്റെ ആ ഒരു അനിഷ്ടസ്ഥിതിക്ക് പരിഹാരമായിട്ട് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ കഴിയുന്നവർ അവിടെ, അല്ലെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ഫെബ്രുവരി മാസം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു മഞ്ഞപ്പട്ട്, മഞ്ഞ പുഷ്പങ്ങൾ, മഞ്ഞ നിറത്തിലുള്ള ഫലങ്ങൾ, വെണ്ണ, തുളസിയോ താമരയോ മാല എന്നിവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതിൻ്റെ ദോഷം ലഘൂകരിക്കാനായിട്ട്. മാർച്ച് 29 വരെ ശനിയുടെ സ്ഥിതി അത്ര അനുകൂലമല്ല. അതുകൊണ്ട് ശനീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രം ശനിയാഴ്ചകളിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും മാർച്ച് 29 വരെ സന്ദർശിക്കുക. എന്നിട്ട് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക എന്നീ കാര്യങ്ങളാണ് ഈ രാശിക്കാർ ചെയ്യേണ്ടത്. അഷ്ടമവ്യാഴത്തിൻ്റെ ദോഷം മെയ് 15-ാം തീയതി വരെ ഉള്ളതുകൊണ്ടിട്ട് കാലഭൈരവ അഷ്ടകം ശ്രവിക്കുകയോ അല്ലെങ്കിൽ ചൊല്ലുകയോ ചെയ്യുന്നത് ആ ഒരു ദോഷത്തിൻ്റെ പരിഹാരമാണ്. അത് കഠിനമായ ദോഷം തോന്നുന്നവർ അത് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ രാശിക്കാരുടെ പ്രത്യേകത. വരാൻ പോകുന്ന സമയം ഇങ്ങനെയാണ് അടുത്ത വർഷത്തെ. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ തുലാം രാശിയിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു കാലം നിങ്ങൾ കാത്തിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള ആശംസകളും ഒരിക്കൽ കൂടി. നന്ദി, നമസ്കാരം.